ഇവിടെ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത പാവകൾ തന്നെക്കാൾ വലുതും സുന്ദരവും ആയതുകൊണ്ട് അവളുടെ അനിയത്തിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ മനഃപൂർവ്വം പാവകളെ റോഡിന്റെ നടുവിലേക്ക് എറിഞ്ഞു. അവ എടുക്കാൻ പോയപ്പോൾ സ്പീഡിൽ വന്ന ഒരു കാർ പാരന്റ്സിനെ ഇടിച്ചിട്ടു. റോഡിൽ രക്തം ഒഴുകി കിടന്നു. ഇത് കണ്ട് അനിയത്തി ചെറുതായി പുഞ്ചിരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മാതാപിതാക്കൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. സത്യം അറിയാതെ ചേട്ടൻ അന്ന് മുതൽ ചേച്ചിയായ ആരതിയെ വെറുക്കാൻ തുടങ്ങി. അതിനുശേഷം എന്ത് സംഭവിച്ചാലും അവൻ എപ്പോഴും ചിന്തിക്കാതെ ആരതിയെ കുറ്റപ്പെടുത്തു. 15 വർഷത്തിനു ശേഷം 2 സഹോദരിമാരും ഒരുമിച്ചൊരു വാഹന അപകടത്തിൽപ്പെട്ടു. ഡോക്ടറായി മാറിയ രോഹിത് ഉടൻ തന്നെ സ്ഥലത്തെത്തി. ആദ്യം തന്റെ ഇളയ സഹോദരി നേഹയെ ആശുപത്രിയിലേക്ക് അയച്ചു. എന്നാൽ തന്റെ മൂത്ത സഹോദരി ആരതി കാറിനടിയിൽ തകർന്നു കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചില്ല. ആശുപത്രിയിലെത്തിയ ശേഷം ഡോക്ടർമാർ നേഹയെ പരിശോധിച്ചു. അവൾക്ക് ഒരു ചെറിയ പോറൽ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി. ഒരു ബാൻഡേജ് ഇട്ടു. അപ്പോൾ രോഹിത് ആശങ്കയോടെ ചോദിച്ചു, നേഹ, നീ ആരതിയെ കണ്ടോ? നേഹ മനഃപൂർവ്വം കള്ളം പറഞ്ഞു. ഇല്ല, ഞാൻ അവളെ കണ്ടതേ ഇല്ല. അപ്പോഴാണ് ചില നേഴ്സുമാർ പരിക്കേറ്റ ഒരു പെൺകുട്ടിയെ വാർഡിലേക്ക് തള്ളിയിടുന്നത്. പെട്ടെന്നാണ് രോഹിത്തിന്റെ കണ്ണുകൾ പെൺകുട്ടിയുടെ കയ്യിലെ ഒരു പാടിൽ പതിഞ്ഞത്. കുട്ടിക്കാലത്ത് ആരതി രോഹിത്തിനെ രക്ഷിച്ചപ്പോൾ പറ്റിയ അതേ പൊള്ളലേറ്റ പാട്. അവൻ മുന്നോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നേഹ പെട്ടെന്ന് അവനെ പിടിച്ചു വെച്ച് വേദന കൊണ്ട് പുളയുന്ന പോലെ അഭിനയിച്ചു. രോഹിത് പേടിച്ചുപോയി. ഡോക്ടർ ദയവായി എന്റെ സഹോദരിയെ വീണ്ടും പരിശോധിക്കണം എന്ന് നിർബന്ധിച്ചു. പക്ഷെ റിപ്പോർട്ട് നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ രോഹിത്, അപ്പുറത്ത് കിടക്കുന്ന രോഗിയുടെ സ്ഥിതി വളരെയധികം ഗുരുതരമാണ്. ഉടൻ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലായേക്കാം. അപ്പോൾ രോഹിത് പറഞ്ഞു, അപ്പോൾ മറ്റാരെയും കുറിച്ച് എനിക്ക് വിഷമിക്കണ്ട. ആദ്യം എന്റെ സഹോദരിയെ രക്ഷിക്കൂ. അവൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ തന്നെ സമീപത്തുള്ള ഒരു സ്ട്രെച്ചിലൊക്കെ ഇരുന്നുകൊണ്ട് ആരതി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ചേട്ടാ, ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജീവൻ രക്ഷിക്കുന്ന യന്ത്രം കൊണ്ടുവന്നു. പക്ഷെ രോഹിത് ദേഷ്യത്തോട് അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചേട്ടാ, ഞാൻ നിങ്ങളുടെ യഥാർത്ഥ സഹോദരിയല്ലെങ്കിലും കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ എന്നെ രക്ഷിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ ഈ ജീവൻ രക്ഷിക്കുന്ന യന്ത്രം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നൽകാനാണല്ലേ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആരതിയുടെ റൂമിൽ നിന്നും കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർമാർ പുറത്തു വന്നു. അപ്പുറത്ത് കിടക്കുന്ന പെൺകുട്ടി ആരതി ശസ്ത്രക്രിയയിലായിരുന്നു. പക്ഷെ ആരതി ഇപ്പോൾ ഈ ലോകത്തിലില്ല. ഇന്നലെ നടന്ന ആക്സിഡന്റിൽ ആരതി മരണപ്പെട്ടുവെന്നും അവൾ ഇനി ജീവനോടെ ഇല്ലെന്ന് രോഹിത്തിനോട് പറഞ്ഞു. രോഹിത് ഇത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. പക്ഷെ അവൻക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു അപ്പുറത്ത് കിടന്നിരുന്ന പെൺകുട്ടി ആരതി ആയിരുന്നു.